എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പഠിച്ചു. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്റർ നമ്പർ 6, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ. ഫൈനൽ അക്കൗണ്ട്സ്, ഈ ഫൈനൽ അക്കൗണ്ട്സിന് ഫൈനൽ സ്റ്റേറ്റ്മെന്റും എന്നും പറയാറുണ്ട്. ഓക്കെ, എന്താണ് ഈ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഫൈനൽ അക്കൗണ്ട് എന്ന് നോക്കാം. Okay, accounts produced at the end of the year giving details of profit and loss and balance made of the year and worth of the business. Okay, ഇതൊരു ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ് ദാറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഒരു ട്രേഡിംഗ് പീരീഡ് അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് നെക്സ്റ്റ് ഇയർ വരെയാണ്. അപ്പം 31 മാർച്ചിലാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് പ്രിപ്പറേഷൻ നടത്തുന്നത്. അതായത് ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് പീരീഡിലാണ്. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത്? ഡീറ്റെയിൽസ്, ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്ക് അവിടെ എന്താ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാലൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും, ഓരോ വർഷത്തെയും ബാലൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്സ്? ഓക്കെ, 2 രീതിയിലാണ് ഫൈനൽ അക്കൗണ്ട്സ് വരിക. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഒക്കെ മൊത്തത്തിൽ പറഞ്ഞു പോവാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഫസ്റ്റത്തെ ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. രണ്ടാമത്തെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. അതിലൊന്നാമത് നമ്മൾ പഠിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് റിസൾട്ട് അഥവാ ബൈങ് ആൻഡ് സെല്ലിങ്ങിന്റെ റിസൾട്ട് ആണ് നമുക്ക് അവിടെ കിട്ടുക. അതിന് നമുക്ക് പറയാം ട്രേഡ് റിസൾട്ട് ആണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ടിന്റെ ആദ്യഘട്ടമായ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അവിടെ നമുക്ക് ഗ്രോസ് റിസൾട്ട് ആണ് നമുക്ക് അറിയാൻ സാധിക്കുക. ഈ ഗ്രോസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും. ഓക്കെ, അതാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൈങ് ആൻഡ് സെല്ലിങ്ങിന്റെ റിസൾട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇതൊരു അക്കൗണ്ട് ആണ്. ഇതിനൊരു ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്? ഒന്ന്, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. 2, നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് നെറ്റ് പർച്ചേസ് ആണ് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് നെറ്റ് സെയിൽസ്, അതായത് ടോട്ടൽ സെയിൽസ് മൈനസ് റിട്ടേൺസ്. സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരിക. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ ആയിരിക്കും. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സ്പെസിമെൻ എന്നൊക്കെ പറയാൻ സാധിക്കാം. ഇവിടെ കണ്ടോ, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇത് ഡെബിറ്റ് സൈഡ് ആണ്, ഇത് ക്രെഡിറ്റ് സൈഡ് ആണ്. ഇവിടെ ഓപ്പണിംഗ് വെച്ചിരിക്കുന്ന ടു ഓപ്പണിംഗ് വെച്ചിട്ടാണ്. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. കൃത്യമായിട്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പൊ തുടക്കം നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2000 ഇന്ന ഡേറ്റ് ഇന്ന വർഷമായിരിക്കും വരിക. അതായത് നമ്മൾ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന വർഷം ഇവിടെ കാണിക്കാം. ഓക്കെ, 31 മാർച്ചോ 31 ഡിസംബറോ ക്വസ്റ്റിൽ എന്താണോ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് പീരീഡ് തന്നിരിക്കുന്നത് അത് ആ ഡേറ്റ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇത് കൃത്യമായിട്ടും കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കണം. പിന്നെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. പിന്നെ ഇവിടെ തുടങ്ങേണ്ടത് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ച് നമ്മൾ തുടങ്ങാം. ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് കാണിക്കുക, ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് കാണിക്കുക. അതിനുശേഷം പർച്ചേസ് ആണ്, ടു പർച്ചേസ് ഇന്നർ കോളത്തിൽ എമൗണ്ട് കാണിക്കുക. റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കുക. എന്നിട്ട് ഔട്ടർ കോളത്തിലേക്ക് ഫൈനൽ എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് കാണിക്കാം. ഇനി ബൈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൈ സെയിൽസ് എമൗണ്ട് കാണിക്കുക, ലെസ് റിട്ടേൺസ് എമൗണ്ട് കാണിക്കുക, കുറച്ചിട്ട് എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. ഇനി ഈ ഡെബിറ്റ് സൈഡിൽ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ, പർച്ചേസോ അല്ലെങ്കിൽ മാനുഫാക്ചറോ ചെയ്ത് അത് പോയിന്റ് ഓഫ് സെയിൽ എത്തിക്കുന്നോണം വരെ, അതൊരു പ്രൊഡക്റ്റ് ആക്കി പോയിന്റ് ഓഫ് സെയിൽ എത്തിക്കുന്നോണം വരെയുള്ള എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, അതല്ലെങ്കിൽ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പം നിങ്ങൾ പർച്ചേസ് എന്തെങ്കിലും എക്സ്പെൻസുകൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പർച്ചേസ് കണ്ടു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാം. ഇവിടെ കുറച്ച് ഡയറക്റ്റ് എക്സ്പെൻസുകളേ ഉള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ഡയറക്റ്റ് എക്സ്പെൻസുകളേ ഉള്ളൂ, കുറഞ്ഞ നമ്പറേ ഉള്ളൂ. ബാക്കിയെല്ലാം
എന്താണ് ഇൻഡയറക്ട് എക്സ്പെൻസുകളാണ്. അപ്പം സെല്ലിംഗ് എക്സ്പെൻസുകളോ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകളോ ഫിനാൻഷ്യൽ എക്സ്പെൻസുകളോ ഒന്നും ഇവിടെ വരുന്നില്ല, ഈ ഡയറക്ട് എക്സ്പെൻസുകൾ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അതൊക്കെ ഇൻഡയറക്ട് എക്സ്പെൻസുകളാണ്. ഇവിടെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ്, അതായത് നമ്മളൊരു നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അത് നമ്മുടെ കമ്പനിയിലേക്ക് എത്തിക്കണം, നമ്മുടെ വെയർ ഹൗസിലേക്ക്, നമ്മുടെ ഗോഡൌണിലേക്ക് എത്തിക്കണം. അതിന് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ക്യാരേജ് ഇൻവേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ അടുത്തത് കാർട്ടേജ് ആണ്, അത് ചുമട്ടുകൂലി. ഈ കാരേജ് എന്ന് പറയുന്നത് കടത്തുകൂലി, കാർട്ടേജ് എന്ന് പറഞ്ഞാൽ ചുമട്ടുകൂലി. അതുപോലെ തന്നെ ഡോക്ക് ചാർജസ്, പിന്നെ വേജസ് വരുന്നുണ്ട്, കൂലി. ഓക്കെ, ഇതൊക്കെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനാണ് വേജസ് കൊടുക്കുക, അത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ഡ്യൂട്ടീസ് വരാം, ഫ്രൈറ്റ്, പിന്നെ ക്ലിയറിംഗ് ചാർജസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ എക്സെട്ര എക്സെട്ര. പിന്നെ ഇത് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് എക്സ്പെൻസുകൾ കണ്ടാലും അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് ഇവിടെ ക്രെഡിറ്റ് സൈഡ്, ഇത് നമുക്ക് ഇൻകം സൈഡ് ആണ്, ഇത് എക്സ്പെൻസ് സൈഡ് ആണ്. അപ്പോൾ എക്സ്പെൻസ് കുറയുവാണെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇവിടെയാണ് കുറവ് വരിക, അല്ലെ? അപ്പൊ ഇവിടെ ഈ എക്സ്പെൻസുകളും ഇൻകവും ഒക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. അപ്പൊ ഏത് സൈഡാണ് കൂടുതൽ, അത് ആ എമൗണ്ട് രണ്ട് ഭാഗത്തും എഴുതി വെക്കുന്നു. ഇവിടെ ടോട്ടൽ എമൗണ്ട് എഴുതി വെക്കുന്നു, ഇവിടെ ടോട്ടൽ എമൗണ്ട് എഴുതി വെക്കുന്നു. അപ്പൊ ഏത് സൈഡിലാണോ കൂടുതൽ എമൗണ്ട് അത് രണ്ട് ഭാഗത്തും എഴുതുന്നു. എന്നിട്ട് കുറവുള്ള ഭാഗത്ത് കുറയ്ക്കുക, കുറവുള്ള ഭാഗത്ത് എമൗണ്ട് എത്രയാണോ അത് കൂട്ടിയിട്ട് ഈ കൂടുതലുള്ള എമൗണ്ട് കുറയ്ക്കുക. അപ്പൊ നമുക്ക് ബാലൻസ് കിട്ടും, ഒരു ബാലൻസ് കിട്ടും. അതൊന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് കിട്ടും, കാരണം ക്രെഡിറ്റ് സൈഡ് കുറവാണ്, ഇൻകം സൈഡ് കുറവാണ്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലെങ്കിൽ ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അല്ലെ, ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാണെങ്കിലും നമുക്ക് ഗ്രോസ് ലോസ് ആണ് കിട്ടുക. ഓക്കെ, അത് നമ്മൾ അടുത്തൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ്? അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 3 രീതിയിലാണ് പറയാം. ഓക്കെ, അവര് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടാണ് അവർ വിൽക്കുന്നത്, അല്ലെ, ട്രേഡിംഗ് പർപ്പസിലേക്ക് ഏർപ്പെടുന്നത്. അല്ലാതെ ഒരു ട്രേഡിംഗ് ഫേമിൽ മാനുഫാക്ചറിങ് നടക്കുന്നില്ല, അല്ലെ, ഒരു ട്രേഡിംഗ് ഫേമിൽ ഒരിക്കലും മാനുഫാക്ചറിങ് നടക്കുന്നില്ല. അവര് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് വാങ്ങി വിൽക്കുന്നത്. പക്ഷെ ഒരു മാനുഫാക്ചറിംഗ് ഫേം ആണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 3 രീതിയിലാണ്. റോ മെറ്റീരിയൽസ് വരാം, വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പർച്ചേസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പർച്ചേസ് എന്താണ്? നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, അതായത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഐറ്റംസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് പർച്ചേസസിൽ ഉൾപ്പെടുക. പർച്ചേസ് റിട്ടേൺ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്, നമ്മൾ തിരിച്ചു കൊണ്ടേ കൊടുക്കുന്നത്. ഇനി ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട്, പിന്നെ സെയിൽസ് വരുന്നുണ്ട്, സെയിൽ റിട്ടേൺ വരുന്നുണ്ട്, അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ് എന്നാണ് അതിന് പറയാം. ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് ഒക്കെ വരാം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. വേജസ് വരാം, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വേജസ്, ക്യാരേജ് ഇൻവേർഡ്, കാർട്ടേജ്, ഫ്രൈറ്റ്, കസ്റ്റം ഡ്യൂട്ടി, ഒക്ട്രോയ്, എക്സൈസ് ഡ്യൂട്ടി, സ്റ്റോഴ്സ് കൺസ്യൂംഡ്, മോട്ടീവ് പവർ, റോയാലിറ്റി, ഇങ്ങനെ കുറച്ച് ടേംസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓടിച്ചു നോക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഓക്കെ, ബാക്കി ഇതിൽ പെടാത്ത എല്ലാം നമുക്ക് അടുത്തൊരു അക്കൗണ്ടിലാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഇവിടെ അഡ്വാൻറ്റേജസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ട് എന്തൊക്കെയാണ്? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഒരു കമ്പനീന്റെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക, അല്ലെ? അപ്പൊ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്, അതിനാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, സെയിൽ നടത്തിയത് ഇത്ര, പർച്ചേസ് നടത്തിയത് ഇത്ര, അതിന് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. അതിനാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്, അല്ലെ? ഒന്ന് വായിച്ചു നോക്കിയാൽ, ട്രേഡർ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ദെയർബൈ അസർട്ടൈൻ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഹി ഹാസ് ഏൺഡ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, അപ്പൊ സെയിൽ നടത്തിയത്, സെയിൽസ് എത്രയാണെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, പർച്ചേസ് എത്ര നടത്തി, അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണും. അതിനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാൻ സാധിക്കും. അക്കൗണ്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം, അല്ലെ? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ സെയിൽസിന്റെ ഫിഗർ നമുക്ക് കമ്പയർ ചെയ്യാം, അല്ലെ? പ്രീവിയസ് ഇയർ ആയിട്ട് കൂടുതലാണോ കുറവാണോ, അതുപോലെ പർച്ചേസ് നമുക്ക് കമ്പയർ ചെയ്യാം.
സെയിൽസ് ആണ് കൂടുതലും അല്ലെ, എത്ര വിറ്റഴിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് കൂടുതലും കിട്ടേണ്ടത്. അത് മുമ്പത്തെ വർഷത്തെ ഒക്കെ ഓരോ വർഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പ്രീവിയസ് ഇയേഴ്സിലെ സെയിൽസിന്റെ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, കമ്പയർ ചെയ്യാവുന്നതാണ്. ഡിക്ലൈനിങ് ആണോ ഇംപ്രൂവിംഗ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. നമ്മളൊരു ഫേം തുടങ്ങുന്നതിന് മുമ്പ് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബജറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പ്രതീക്ഷയിൽ അത്രയും എക്സ്പെക്റ്റഡ് അല്ല കിട്ടുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് എക്സ്പെക്ടേഷനിൽ താഴെയാണെങ്കിൽ എൻക്വയറി നടത്താം. എന്തുകൊണ്ട് കുറഞ്ഞു പോയി, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, ആ കുറവിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു എൻക്വയറി നടത്തി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് കൂടുതലാണ്, നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതലാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, എന്താ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 17. ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ ട്രേഡർ പ്രിപ്പയർ ദ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31st March 2015. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് തന്നിട്ടുണ്ട്, നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്നാണ് 31st March 2015. അപ്പൊ ഇവിടെ ഉണ്ടോ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് തരാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ തരാം. 6,000 രൂപ, പർച്ചേസസ് ഒരു 25,000 രൂപ കാണിക്കുന്നുണ്ട്. സ്റ്റോക്ക് ക്ലോസിംഗ് തന്നിട്ടുണ്ട് 3,000, സെയിൽസ് 43,000, ക്യാരേജ് ഇൻവേർഡ് തന്നിട്ടുണ്ട്, അത് എത്ര 800 രൂപ, വേജസ് തന്നിട്ടുണ്ട് 2,300 രൂപ, പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട് 1,100, സെയിൽ റിട്ടേൺ 900. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് 31st March 2015. ഇപ്പൊ ഈ സൈഡ് ഡെബിറ്റ് സൈഡും ഈ സൈഡ് ക്രെഡിറ്റ് സൈഡും. ഓക്കെ, എന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡുമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ് തുടങ്ങാന്ന് പറഞ്ഞല്ലോ. 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ സൈഡ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഡ്ജർ ചെയ്ത പോലെ തന്നെ, ലെഡ്ജർ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ 2ഉം ക്രെഡിറ്റ് സൈഡിൽ ബൈയും. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നു. ഈ 6,000 രൂപ ഇവിടെ കാണിക്കുന്നു. ഇത് 600 അല്ല 6,000 ആണ്. മിസ്റ്റേക്കുകൾ ഈ PDF കുറച്ച് മിസ്റ്റേക്കുകൾ, എമൗണ്ടിന്റെ കുറെ മിസ്റ്റേക്കുകളുണ്ട്, അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പർച്ചേസ്, ഇനി അടുത്ത് പർച്ചേസാണ് കാണിക്കേണ്ടത് 25,000. കാരണം പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എമൗണ്ട് കാണിക്കുന്നു. ഇനി റിട്ടേൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് നേരിട്ട് എഴുതാം. അപ്പൊ റിട്ടേൺസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ 1,100 രൂപ റിട്ടേൺ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ. അപ്പൊ നമ്മൾ കുറച്ചിട്ട് അത് എമൗണ്ട് ഇവിടെ കാണിക്കുന്നു. ഇനി സെയിൽസ് തന്നിട്ടുണ്ടോ 43,000, അത് ഇന്നർ കോളത്തിലേക്ക് കാണിക്കുന്നു. റിട്ടേൺസ് ഉണ്ട് 900, അത് കുറച്ച് 42,100 എന്ന് പറഞ്ഞ് ഔട്ടർ കോളത്തിലേക്ക് കാണിച്ചു. ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ റെക്കോർഡ് ചെയ്താൽ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് 3,000 തന്നിട്ടുണ്ട് അല്ലെ, 3,000 റെക്കോർഡ് ചെയ്തു. ഇനി എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ടു ക്യാരേജ് ഇൻവേർഡ് 800 തന്നിട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാ, വേജസ് ഉണ്ട് അല്ലെ, വേജസ് അത് 2,300. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് എക്സ്പെൻസുകൾ 2 തന്നിട്ടുള്ളൂ, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ഇപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ ഇതാ ഈ ക്രെഡിറ്റ് സൈഡാ കൂടുതൽ, 45,100, 42,100, 3,000 കൂട്ടി 45,100 എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൂട്ടിയിട്ട്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് 600, 6,000, 2,23, 900, 800, 2,300 എല്ലാം കൂടെ കൂട്ടി ഈ 45,100 കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടും 12,100. അപ്പൊ ഇത് പ്രോഫിറ്റ് ആണ് അല്ലെ, നമുക്ക് ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവാണ്, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അത് നിങ്ങൾ കാണിച്ചേക്ക്. ടു ഗ്രോസ് പ്രോഫിറ്റ് C/D 12,100. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇങ്ങനെയാണ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.